നമുക്ക് വേണ്ടത് റോസ്റ്റഡ് റവ, പിന്നെ ഗീ വേണം, മാംഗോ പ്യൂരി, അതുകൊണ്ടാണ് നമ്മുടെ മെയിൻ നട്ട്സ്. പാൻ എടുത്ത് വെക്കുന്നു. നമ്മൾ ഇതിലേക്ക് ചൂടായി കഴിയുമ്പോൾ ഗീ ഇടും. നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ് നമ്മൾ ആദ്യം മുന്തിരി ഇടാം. മുന്തിരി ഇടുമ്പോൾ അറിയുന്നോട്ടോ, അതിങ്ങനെ വലുതാവും. ഗ്രേപ്സിന് വലുതാവും ഗൈസ്. നമ്മൾ ഗീയിൽ ആദ്യം ഗ്രേപ്സ് വറുത്ത് മാറ്റും, എന്നിട്ട് അത് ഓക്കെ കാഷ്നട്ട് ഇടും. ഓക്കെ ഗൈസ് വേഗം എടുത്തു ഗൈസ്. ഓക്കെ ഗ്യാസ് ഓഫ് ചെയ്യണം. അറിയാൻ പാടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ ഗൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ടുണ്ട്, നോ പ്രോബ്ലം. നമ്മൾ കുട്ടികളായതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം ഗൈസ്, ആമിനെ പോലെ കരിയിക്കരുത്. ഓക്കെ ഗൈസ്, നമ്മൾ നീങ്ങി നിൽക്കുന്നത് ബിക്കോസ് നമ്മുടെ മമ്മി വേറൊരു അയലക്കറി ഉണ്ടാക്കിയാണ്. അയലക്കറി ഉണ്ടാക്കി കൊല്ലാൻ നോക്കി എൻ്റെ മമ്മി എൻ്റെ കൂട്ടുകാരത്തിനെ കൊള്ളാൻ നോക്കുന്നു ഗൈസ്. കൊള്ളാൻ നമ്മൾ ഇംഗ്ലീഷാണ് കൊള്ളാൻ നോക്കുന്നത്. ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നിറച്ചാണ് ഗൈസ്. ഓക്കെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് ബിക്കോസ്. ഓക്കെ ഗൈസ് നമ്മളപ്പോൾ റോസ്റ്റഡ് റവ ഒന്നും കൂടി റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടാണ്. നമ്മൾ ഇത് മാറ്റി വെക്കുന്നതിന് പകരം വെള്ളം ചൂടാക്കിയിട്ടാണ് ഇടാൻ പോകുന്നത്. നമ്മളിപ്പോൾ വെച്ച വെള്ളം ചൂടായിട്ടുണ്ട്, നമുക്കിനിപ്പോൾ അത് ഒഴിക്കാം. ഓ മൈ ഗോഡ്, ഇത് നമുക്ക് പലതും തോന്നും, ഡോണ്ട് വറി. ഓക്കെ, ഇത് നമുക്ക് വോൾക്കാനോ പൊട്ടണ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ നമ്മൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടല്ലോ. ഇനി ഇത് മിക്സ് ചെയ്യണം. അടി ഗ്യാസ് ഓണാക്കിയിട്ടില്ല, എന്നിട്ടാണ് ഈ ചൂട്. നമ്മൾ ഇടയ്ക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് ഗൈസ്, അതാണ് നമ്മൾ ഇടയ്ക്ക് ഗ്യാസ് ഓൺ ചെയ്യുന്ന സൗണ്ട് വരുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു കൈനറ്റിക്സ് ആൻഡ് ലുക്ക് തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ആഡ് ചെയ്യണം. ഗൈസ് നമ്മുടെ ഇത് കേസരി, ഏകദേശം ഒരു കേസരിയുടെ ലുക്കൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മാംഗോ ഇടണം ഗൈസ്. നമ്മുടെ മാംഗോ പൾപ്പ് എടുത്ത് വെച്ചത് ഇതാണ്. നമ്മൾ ഇത് അതിലേക്ക് ഇടും. Like this guys, wow, so beautiful. ഗൈസ് നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. ആക്കാൻ വേണ്ടി വെറും 20 മിനിറ്റ് മതി ഗൈസ്. അത് നല്ല ടേസ്റ്റിയാണ്. ഇത് കണ്ടോ, കാണാനും നല്ല ഭംഗിയാണ്.